ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം വരും ഞങ്ങളുടെ അടുത്ത്, എന്ത് ക്യാമറയാണ് നിങ്ങൾ യൂസ് ചെയ്യണത്. എപ്പോഴും ഈ പറഞ്ഞ പോലെ ഐഫോണിലാണോ ഷൂട്ട് ചെയ്യണമെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. എല്ലാവരും വെച്ചാൽ കുറച്ച് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്യാമറ ഒന്ന് കാണിക്കാൻ വിചാരിച്ചത്. ഇതാണ് ഞങ്ങളുടെ ക്യാമറ. ഇത്രേ ഉള്ളൂ. ഇത് DJയുടെ ഓസ്മോ പോക്കറ്റ് 3 ആണ്. നമുക്കിത് ഓണാക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിങ്ങനെ ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ നമുക്ക് ഓണായി വരും. നമുക്കത് റെഡി ടു ഷൂട്ടാണ്. പിന്നെ നമുക്ക് വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ച് സ്ലൈഡ് ചെയ്യാം. ഉണ്ടോ, നമുക്ക് വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ഇതുമ്പോൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിലേക്ക് വരും. നമുക്കൊരു സെൽഫി പോലെ വീഡിയോ എടുക്കാം. ഒന്നുകൂടി ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് പോകും ക്യാമറ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തായാലും നെറ്റിലൊക്കെ അടിച്ച് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞ് അത് അലമ്പാക്കള്ള. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ചെറിയ ജോയ്സ്റ്റിക്കിന് ഒരു സ്റ്റിക്ക് പോലത്തെ സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ നമുക്ക് ഏത് മൊമെൻറ്റിലേക്കും നീക്കാൻ പറ്റും, മാനുവലി നീക്കാൻ പറ്റും. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഭയങ്കര എന്താ പറയുക, ഹാൻഡിയാണ്. നമുക്ക് കൈക്ക് പിടിക്കാം. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു വ്ളോഗൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ഈ വീഡിയോയിൽ, ക്യാമറയിൽ. അതായത് ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ഷൈ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്. അതായത് ക്യാമറ ഫോണൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഇതാകുമ്പോൾ ആരും കാണൂല. ഭയങ്കര ചെറിയ ഒരു സ്മോൾ ക്യാമറയാണ് ഇത് വാങ്ങിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഇത് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് വൈഫ് ഗിഫ്റ്റ് ചെയ്തതാണ്. പുള്ളിക്കാരത്തി എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്നത് ഒരു ഡ്രോണായിരുന്നു. എനിക്ക് ഡ്രോൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഡ്രോൺ നല്ല ഗാഡ്ജറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത്തി ഞാൻ എപ്പോഴും ഡ്രോണിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഡ്രോൺ വാങ്ങിച്ചു തന്നില്ല. അപ്പോൾ ഞാൻ ഡ്രോൺ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം യൂസ് ചെയ്ത്. പക്ഷേ ഈ UK നമുക്ക് കുറച്ച് സ്ഥലത്ത് മാത്രമാണ് യൂസ് ആക്കാൻ പറ്റുള്ളൂ. കാര്യം ഭയങ്കര എല്ലാ സ്ഥലത്തും റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡ്രോൺ വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് അധികം ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ക്യാമറ വാങ്ങിച്ചാലോ എന്ന് ചിന്തിച്ച്. ക്യാമറ ആകുമ്പോൾ നമുക്ക് വ്ളോഗും എല്ലാം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ക്യാമറയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഈ ക്യാമറ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ സെർച്ച് നോക്കാം. എനിക്കൊന്ന് ഈ ക്യാമറ ഇറങ്ങിയിട്ട് 1 വർഷത്തിന് കൂടുതലായി. പക്ഷേ ഈ ക്യാമറ വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ഇൻബിൽഡ് ഗിംബൽ ഉണ്ട്. അതായത് നമ്മൾ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടോ ഒക്കെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻബിൽഡായിട്ട് സ്റ്റെബിലൈസ് ചെയ്യും ഈ വീഡിയോയിൽ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമുക്ക് വീഡിയോ എടുക്കാം. അതും അതിൻ്റെ ഗുണമാണ്. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോൾ ആ ഒരു എന്താ പറയുക, എളുപ്പമുണ്ട് നമുക്ക് വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. ഇതാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ. എനിക്ക് തോന്നുന്നത് ഇവിടെ അറൗണ്ട് ഒരു 450 pound ഉണ്ട് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. എനിക്കിപ്പോഴത്തെ പിന്നെ ബ്ലാക്ക് ഫ്രൈഡേക്ക് ഒരു ഓഫേഴ്സൊക്കെ ഉണ്ട്. എന്നാലും ബ്ലാക്ക് ഫ്രൈഡേക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലാഭമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് മെയിനായിട്ടൊരു കാര്യം, ഇപ്പോൾ ജാക്കറ്റ് വലുതാട്ടോ, അതൊന്ന് വേറെ റേറ്റിക്ക്. ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം അത് ആക്റ്റീവ് ട്രാക്കിംഗ് ഉണ്ട്. അതായത് നമ്മളെ ക്യാമറയിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുക, അതായത് നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യും. ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് തിരിയും. അതിനകത്ത് പൽഫി കാണിച്ചു തരും. ഇപ്പോൾ ആക്റ്റീവ് ട്രാക്കിംഗ് ഓൺ ആയില്ലേ, എനേബിൾ ആയില്ലേ. ഇപ്പം ഞാൻ നീങ്ങുമ്പോൾ ആ ക്യാമറയും നീങ്ങുന്നുണ്ട്. ആ ക്യാമറയിൽ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് പ്രത്യേകത. ഇത് നമുക്കൊരു സ്റ്റാൻഡിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു ആക്റ്റീവ് ട്രാക്കിംഗ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ക്യാമറ നമ്മുടെ ഫേസ് തന്നെ ഉണ്ടാവും, മാറിപ്പോവില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സഹചാരി, അതായത് ഞങ്ങളുടെ ക്യാമറ ഇതാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞങ്ങൾ ഇതേ ക്യാമറ തന്നെയാണ് യൂസ് ചെയ്യാൻ പോണത്. ആ ക്യാമറ കാണിച്ചത് ഇനിയിപ്പോൾ അടുത്ത് കാണാത്തവർക്ക് ആയിട്ട് കണ്ട ക്യാമറ ഇതാണ് ഞങ്ങളുടെ ക്യാമറ.